കേരളത്തിൽ ഗവൺമെൻറ് ഇപ്പോൾ തൂഫാൻ എന്ന പേരിൽ മയക്കുമരുന്നിൻ്റെ വേട്ട തുടങ്ങിയിരിക്കുന്നു. പരമാവധി നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ട നല്ല കാര്യമാണ്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വേട്ട? ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഈ സംഭവങ്ങൾ ചെലവാകുന്ന നാടായി നമ്മുടെ കേരളം മാറിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഫലമുണ്ട് നല്ല മട്ടായിട്ട്. ഇഷ്ടം പോലെ കൊലപാതകങ്ങൾ. കഴിഞ്ഞ വർഷം ജൂൺ വരെ 283 കൊലപാതകങ്ങൾ. ആത്മഹത്യയിൽ കേരളം ദേശീയ ശരാശരിയേക്കാളും 4 ഇരട്ടി കൂടുതൽ. വല്ലാത്തൊരു സങ്കടം. അങ്ങനെ ഒരു ഹൈന്ദവ സഹോദരി എഴുതിയ ഒരു കമന്റ് വൈറലായിരുന്നു. ആ സഹോദരി എന്താ എഴുതിയത്? സാധാരണഗതിയിൽ മുസ്ലിങ്ങൾക്കിടയിൽ ഈ ആത്മഹത്യ കേൾക്കാറില്ലായിരുന്നു. ഇപ്പൊ ചെറിയ യുവതികൾ തന്നെ ധാരാളമായി ആത്മഹത്യ ചെയ്യുന്നു. അതും നല്ല മുഖമൊക്കെ മറച്ച് നല്ല ഉഷാറിൽ 2-3 മക്കളൊക്കെ ഉള്ള, എന്നല്ല ചെറിയ കുട്ടിക്ക് 11 മാസം മാത്രം പ്രായമുള്ള ഒരു മാതാവിന് തൻ്റെ മക്കളോട് ഏറ്റവും കൂടുതൽ അർദ്ധതയുള്ള സന്ദർഭമാണ് പാലൂട്ടുന്ന ആ ഒരു കാലം. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ഖിയാമത്ത് നാളിൻ്റെ വിഹ്വലത പരിചയപ്പെടുത്താൻ വേണ്ടി സൂറത്തുൽ ഹജ്ജിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ യൗമ തറൗനഹാ തദ്ഖലു കുല്ലു മുർദിഅത്തിൻ അമ്മാ അർളഅത് കുറേ കാര്യങ്ങൾ തുടർന്ന് പറയുന്നുണ്ട്. വതളഉ കുല്ലു ദാത്തി ഹംലിൻ ഹംലഹാ, ഗർഭിണികൾ മൊത്തം തുരുതുരാ പ്രസവിക്കുമെന്ന് പറയുന്നുണ്ട്. വതറന്നാസ സക്കാറ, ജനങ്ങൾ ഈ ലഹരി ബാധിച്ചവരെ പോലെ നിയന്ത്രണമില്ലാതെ ബാലൻസ് തെറ്റി നടക്കുന്നത് കാണാനാകുമെന്ന് പറയുന്നുണ്ട്. കള്ളുടിച്ചിട്ടല്ലെന്ന് ഖുർആൻ തുടർന്ന് പറയുന്നു. വലാകിന്ന അദാബല്ലാഹി ശദീദ്, പടച്ച റബ്ബ് ഭൂമിയുടെ ഗ്രാവിറ്റി പിൻവലിച്ചത് കൊണ്ടായിരിക്കുമെന്ന് നമുക്ക് അനുമാനിക്കാൻ പറ്റും വിധം പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ അദാബിനെ കുറിച്ച് പറഞ്ഞു തരുന്നു. നമ്മളിവിടെ അങ്ങനെ സ്ഥിരമായി നിൽക്കുന്നത് ഭൂമി അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് കൃത്യമായ രീതിയിൽ ആകാശഗംഗയിൽ ചലനങ്ങൾ നടക്കുന്നത്. സൂറത്ത് യാസീനിൻ്റെ 40-ാമത്തെ വാക്യം നമുക്കറിയാം. ഷംസ് തജ്രീലി മുസ്തഖറില്ല ഖാദാലിക തഖ്ദീറുൽ അസീസുൽ അലീം. ഈ പടച്ച റബ്ബിൻ്റെ കൃത്യമായ കണക്കാക്കലിന് വേണ്ടി റബ്ബ് തആല അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ മനോഹരമായ രീതിയിൽ നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിലുള്ള ചില രേഖകൾ വഴി ആകർഷിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ഇതിനെ റബ്ബെങ്ങാനും പിൻവലിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കരിയില പോലെ ആടാൻ തുടങ്ങും. ഇതൊക്കെ പരിശുദ്ധ ഖുർആൻ ഖിയാമത്ത് നാളിൻ്റെ അടയാളമായി സൂറത്തുൽ ഹജ്ജിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. പക്ഷെ 1-ാമത് പറഞ്ഞത് എന്താണെന്നറിയാമോ? ഏറ്റവും ആദ്യമായി ഖിയാമത്ത് നാളിൻ്റെ ഭീകരത വരച്ചു കാണിക്കാൻ അല്ലാഹു പ്രയോഗിക്കുന്ന പദം എന്താണ്? യൗമ തറൗനഹാ തദ്ഖലു കുല്ലു മുർദിഅത്തിൻ അമ്മാ അർളഅത്. പാല് കൊടുക്കുന്ന പെണ്ണുങ്ങളെല്ലാം കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കുമെന്ന് ഉമ്മക്ക് സാധ്യമല്ലാതെ. ഏറ്റവും കൂടുതൽ മക്കളോട് ആർദ്രത പുലർത്തുന്ന ആ ഒരു ഘട്ടത്തിലാണ്. കുഞ്ഞിൻ്റെ കാലും കയ്യും വളരുന്നത് ആസ്വദിച്ച് കുഞ്ഞിൻ്റെ പുഞ്ചിരി ഇങ്ങനെ കണ്ട് മതിമറന്ന് പരമാനന്ദത്തിൽ ആരാറിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സന്ദർഭം കുട്ടികളെ അത്രമേൽ ബന്ധമുണ്ടായിട്ടും ഉപേക്ഷിക്കും ഖിയാമത്ത് നാളിൻ്റെ വിഹലതയിൽ എന്ന് പരിചയപ്പെടുത്താൻ ഖുർആൻ 1-ാമതായിട്ട് പറയുന്നുണ്ട്. 11 മാസം ഇതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന മാതാവ് 27-കാരി ആത്മഹത്യ ചെയ്യുന്നത് നമ്മൾ കേൾക്കുന്നു. ആ ഹൈന്ദവ സഹോദരിയുടെ കമൻ്റ് അതായിരുന്നു. സാധാരണഗതിയിൽ മുസ്ലിങ്ങളിൽ ഈ ആത്മഹത്യ കാണാറില്ല. ഇപ്പം എന്താ അങ്ങനെ വ്യാപകമായി വരുന്നു? ഒന്ന്, പരിശുദ്ധ ദീനിന് പ്രാധാന്യം നൽകാതെ നമ്മളെ പറഞ്ഞു കയറ്റി ഏതൊക്കെയോ ആളുകൾ ഈ സമൂഹത്തിൻ്റെ വിശ്വാസപരമായ ഊർജ്ജസ്വലതയെ നശിപ്പിക്കണമെന്ന് വിചാരിച്ചു പ്രവർത്തിക്കുമ്പോൾ ബോധപൂർവം അതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയണം. അതിനുള്ള കോർഡിനേഷനാണ് സുന്നി വിദ്യാർത്ഥി സംഘടന. ആത്മഹത്യയിലേക്ക് കൂടുതൽ ജനങ്ങളെത്തിക്കൊണ്ടിരിക്കും. ലോകാടിസ്ഥാനത്തിൽ നിങ്ങളെടുത്ത് നോക്കൂ. ഏറ്റവും കുറവ് ആത്മഹത്യ മുസ്ലിം രാജ്യങ്ങളിലാണ്. ഏറ്റവും കുറവ്. കേരളത്തിലെ ഏറ്റവും കുറവ് ആത്മഹത്യ മലപ്പുറത്താണ്. എന്തുകൊണ്ട് എന്ന് ആത്മഹത്യയെക്കുറിച്ച് വിസ്തരിച്ച് പുസ്തകം എഴുതിയ മുൻ പോലീസ് ഓഫീസർ സിബി മാറ്റ് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മലയാളികൾ ഇങ്ങനെ മരിക്കണമെന്ന് പറയുന്ന പുസ്തകം കേരളത്തിൽ പ്രസിദ്ധീകരിച്ച ആത്മഹത്യയെക്കുറിച്ചുള്ള ഏറ്റവും ടോപ്പ് പഠനം അതാണെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം പറയുന്നുണ്ട്, മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പല്ല.
ഒരു ഹെഡിങ്ങിൻ്റെ പേരാണത്, അല്ലെങ്കിൽ ഒരു ഹെഡിങ്ങാണത്. ആത്മഹത്യയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ ഒരു സബ് ടൈറ്റിൽ മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പല്ല എന്നാണ്. പണ്ട് ഏതോ ഒരു പുഴത്തക്കാരൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട്? അദ്ദേഹം തുടർന്ന് പറയുന്നു, കുറേയൊക്കെ മതം പാലിക്കുന്നത് കൊണ്ട് മലപ്പുറത്ത് ആത്മഹത്യ വളരെ കുറവാണ്. ലോകാടിസ്ഥാനത്തിൽ അങ്ങനെയാണ്. മുസ്ലിം സൊസൈറ്റിയിൽ ആത്മഹത്യ വളരെ കുറവാണ്. എന്തുകൊണ്ട്? പ്രയാസങ്ങളും പ്രതിസന്ധികളും ലോകത്ത് അനുഭവിക്കേണ്ടി വരുമെന്ന് അവൻ വിശ്വസിക്കുന്നു. ലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസ്. ഓരോന്ന് ഖുർആൻ എണ്ണി പറയുന്നു. സൂറത്തുൽ ബഖറയുടെ 115-ാമത് വചനം. ലനബ്ലുവന്നകും, നിങ്ങളെ ഞാൻ പരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. ഓരോന്ന് എണ്ണി പറയുന്നു. നമ്മുടെ പഴങ്ങൾക്ക് വലിയ നാശം വരുന്നത് ഓണം പ്രമാണിച്ച് വെട്ടാൻ വേണ്ടിയിട്ട് വളരെ കഷ്ടപ്പെട്ട് രാവും പകലും അധ്വാനിച്ച് നേന്ത്രപ്പഴം ഇങ്ങനെ കൊലച്ച് മൂത്ത് വരുന്ന സമയത്ത് ഒരു കാറ്റടിച്ച് ചിലപ്പോൾ മൊത്തം അങ്ങോട്ട് തകർന്നു പോകും. ഇനിയിപ്പോൾ എന്ത് ജീവിതം? ആത്മഹത്യ എന്ന് വിചാരിക്കണം. വിശ്വാസിയായ മനുഷ്യൻ ഒരിക്കലും വിചാരിക്കില്ല. എന്തുകൊണ്ട്? പടച്ച റബ്ബിൽ അവൻ പൂർണ്ണമായി അംഗീകരിക്കുന്നു. ഈ ഒരു ബോധത്തിൽ നിന്ന് പതിയെ നേരത്തെ ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ മതവിരോധികളും ഇസ്ലാമിലാണെന്ന് പറഞ്ഞിട്ട് മതയുക്തിവാദവുമായി നടക്കുന്നവരും ഇസ്ലാമാണെന്ന് പറയുക, എന്നിട്ട് മതത്തിൻ്റെ കാമ്പിലേക്ക് കടക്കാതെ അവർ വിചാരിക്കുന്ന റെഡിമെയ്ഡ് മതത്തെ മാത്രം പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിലൊക്കെ നമ്മുടെ സുന്നി വയസ്സിൽ നിങ്ങൾ ചിലപ്പോൾ വായിച്ചു കാണും. മുഹറത്തെ കുറിച്ച് പറയുന്ന ലേഖനം. മുഹറമ്പത്തിൻ്റെ നോമ്പെടുക്കാൻ സ്ത്രീകൾക്ക് ഭർത്താവിൻ്റെ സമ്മതം വേണ്ടെന്നതിൽ പരാമർശിക്കുന്നു. വെറുതെ പറഞ്ഞതല്ല, വലിയൊരു പണ്ഡിതൻ എഴുതിയതാണ്, ചെറുപ്പക്കാരനായ ഒരു പണ്ഡിതൻ. അദ്ദേഹം നിഹായ ഉദ്ധരിക്കുന്നുണ്ട്, മറ്റു ഫിഖീൻ്റെ കിതാബുകൾ ഉദ്ധരിക്കുന്നുണ്ട്. ഈ ഭാഗം എടുത്തിട്ട് ഒരാൾ ഓഫീസുമായി ബന്ധപ്പെടുകയാണ്. ജമാഅത്തെ ഇസ്ലാമിക്കാരനാണ്. അള്ളാഹുവും റസൂലും പറഞ്ഞത് പഠിപ്പിക്കുകയാണെങ്കിൽ എത്ര നന്നാവും. ഇത് വായിക്കുന്ന ഒരാൾക്ക് ഇസ്ലാമിലെ കുടുംബ സങ്കല്പത്തെക്കുറിച്ച് എന്തായിരിക്കും ധാരണ ഉണ്ടാവുക? ഇതാണ് ഞാൻ പറഞ്ഞത്. മതത്തിൻ്റെ കാമ്പിനെ അവർക്ക് തീരെ ഇഷ്ടമല്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടും പറ്റും വിധത്തിലുള്ള ഒരു റെഡിമെയ്ഡ് ഒരു പോളിഷ് മാത്രം അവർ മതമായി മനസ്സിലാക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമ്മുടെ പൂർവികരാവുന്ന പണ്ഡിതന്മാർ പഠിപ്പിച്ചതാണ്. തീർച്ചയായും ഭർത്താവിൻ്റെ സാന്നിധ്യത്തിൽ ഒരു സഹോദരിക്ക് സുന്നത്ത് നോമ്പെടുക്കണമെങ്കിൽ ഭർത്താവിൻ്റെ സമ്മതം വേണം എന്നത്. അപ്പോഴേക്ക് പെണ്ണ് തോറ്റുപോവില്ല എന്നാണ് ജമാഅത്ത് മൗലവിയുടെ വലിയ ആശങ്ക. നമ്മൾ ആലോചിച്ചൊക്കെ പരിശുദ്ധ ഖുർആൻ, അത് വിസ്തരിച്ച് പറയാൻ എനിക്ക് സമയമില്ലേ. സ്ത്രീകളുടെ സാക്ഷിത്വത്തെക്കുറിച്ച് പുരുഷന്റെ പാതി എന്നാണ് പറയണത്. നമ്മളെന്ത് ചെയ്യണം? മൂടി വെക്കണോ? അതോ ഇതിൻ്റെ വസ്തുത എന്താണെന്ന് വിശദീകരിച്ചു കൊടുക്കണോ? പിതാവിൻ്റെ സ്വത്ത് ഓഹരി വയ്ക്കുമ്പോൾ മാതാവിൻ്റെയും അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടല്ലേ. പിതാവിൻ്റെതാണെങ്കിൽ പുരുഷനിരട്ടി, പെണ്ണുങ്ങൾക്ക് സ്ത്രീകൾക്ക് പകുതി. മാതാവിൻ്റെതാണെങ്കിൽ എല്ലാവർക്കും തുല്യം എപ്പോഴും ആക്കാം. പക്ഷെ നിയമപ്രകാരം ഓഹരി വെക്കേണ്ടി വരുമ്പോൾ പുരുഷന്റെ പകുതിയാണ് പെണ്ണുങ്ങൾക്കുള്ളത്. എല്ലാ ഘട്ടത്തിലൊന്നുമല്ല. 10-35 രീതിയിലുണ്ട് ഓഹരി വെക്കൽ. അതിൽ 4 മാത്രമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ശരിക്കും 7 പുരുഷന് കുറവ് വരുന്ന ഭാഗമൊക്കെ ഉണ്ട്. ഞാനിതൊരു മതതാരതമ്യ അല്ലെങ്കിൽ വിമർശനങ്ങളുമായി ബന്ധപ്പെട്ടൊരു ചർച്ചയിലല്ലാത്തത് കൊണ്ട് അങ്ങോട്ട് കിടക്കണില്ല. ഇതെങ്ങനെയാണ് നമ്മൾ മനുഷ്യരോട് പറയാം? ഈ മൗലവിയുടെ അഭിപ്രായ പ്രകാരം പൂർവികരാവുന്ന പണ്ഡിതന്മാർ ആ ഒരു മസ്അല രൂപീകരിക്കുന്നത് എവിടെ നിന്നാണ്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃത്യമായി പഠിപ്പിച്ചതാണ്. ഇമാം ബുഖാരി തങ്ങൾ, ഇമാം മുസ്ലിം തങ്ങൾ എല്ലാവരും നിവേദനം ചെയ്ത ഹദീസിൽ ലാ യഹില്ലു എന്ന രീതിയിൽ തന്നെ സഹോദരിമാർക്ക് ഭർത്താവിൻ്റെ സാന്നിധ്യത്തിൽ അയാളുടെ സമ്മതമില്ലാതെ സുന്നത്ത് നോമ്പെടുക്കാൻ പാടില്ലെന്ന് മൗലവിയുടെ ഇൽമിൻ്റെ ആഴാലോചിച്ച് നോക്കുങ്ങൾ. അള്ളാഹു റസൂലും പഠിപ്പിച്ചത് പറഞ്ഞാൽ വലിയ ഉഷാറാവില്ലായിരുന്നു. എന്തിനാ ഏതെങ്കിലും പാളക്കിതാബിൽ നിന്നുള്ളത് ഉദ്ധരിക്കുന്നു എന്നാണ്.
ഇങ്ങനെ നമ്മൾ വിചാരിക്കുന്നത് പോലെ ആവണം മതം എന്ന് നിഷ്കർഷ വെക്കുന്ന എങ്കിൽ മാത്രം ഞങ്ങൾ അംഗീകരിക്കും. അതല്ലാതെ ഇമാം ബുഖാരി തങ്ങളുടെ സഹീഹിലുണ്ടെങ്കിലും മുസ്ലിം തങ്ങളുടെ സഹീഹിലുണ്ടെങ്കിലും ഞങ്ങൾ തള്ളും എന്ന് പറയുന്ന മതയുക്തിവാദികൾ ഒരു വശത്ത്. മനുഷ്യനെ മതത്തിൽ നിന്ന് കൊണ്ടുപോവാൻ നമുക്ക് ഇസ്ലാമിനെ കുറിച്ച് പറയാം. ഇസ്ലാമിൻ്റെ ആദർശങ്ങൾ, വിശ്വാസങ്ങൾ, കർമ്മങ്ങൾ, ഇസ്ലാമിൻ്റെ കൽപ്പനകൾ, വിരോധങ്ങൾ, ഇതിലേതെങ്കിലും ഒന്ന് അധുനാതന കാലത്തെങ്കിലും സ്യൂട്ടബിൾ അല്ലെന്ന്, മനുഷ്യനത് പ്രായോഗികമല്ലെന്ന് തെളിയിക്കാൻ ഭൂലോകത്തൊരു മനുഷ്യനും സാധ്യമല്ല. ഇതൊരു ആവേശപ്പുറത്ത് കയറിയിട്ട് ബഹളം വെക്കുകയല്ല, ഇത് ഭൂലോകത്തൊരു മനുഷ്യനും സാധ്യമല്ല. എന്തുകൊണ്ട്? പടച്ച റബ്ബാണ് ഇസ്ലാം അവതരിപ്പിക്കുന്നത്. പടച്ച റബ്ബ് അവതരിപ്പിച്ച മറ്റു മതങ്ങളുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആദർശങ്ങളുണ്ടായിരുന്നു. അതൊക്കെ കാലങ്ങളായിട്ടുള്ള കൈക്രകൾക്ക് വിധേയമാവുകയും ഇന്ന് ദൈവികമെന്ന രീതിയിൽ പരിചയപ്പെടുത്താൻ പറ്റാത്ത വിധം മലിനമാവുകയും ചെയ്തു. നേരെ മറിച്ച് യാതൊരുവിധ പകർപ്പും വരാതെ, യാതൊരുവിധ ചുതിയും ബാധിക്കാതെ അവതരിച്ച അതേ വിശുദ്ധിയിൽ പരിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ നിലകൊള്ളുന്നു. റബ്ബ് അവതരിപ്പിച്ചതാകയാൽ ഏത് കാലത്തുള്ള മനുഷ്യനും അത് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാണ്. അത് മനസ്സിലാക്കാതെ ചിലതൊക്കെ മാറ്റിവെക്കണമെന്ന് മതയുക്തിവാദികൾ ആവശ്യപ്പെടുക. അതവർ ഈ ഹദീസിൻ്റെ കാര്യത്തിൽ മാത്രമൊന്നുമല്ല, കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിയും മുജാഹിദ് പ്രസ്ഥാനക്കാരും ഒക്കെ അവരുടെ അടിസ്ഥാന നേതാക്കളിൽ എണ്ണിപ്പറയുന്ന, അവരുടെ ആദർശത്തിൻ്റെ സ്രോതസ്സുകളായിട്ട് പഠിപ്പിക്കുന്ന അഫ്ഗാനി എന്തൊക്കെയായിരുന്നു ചെയ്തത്? മുഹമ്മദ് റഷീദുർ റിള എന്തൊക്കെയാണ് പറഞ്ഞത്? അദ്ദേഹം സമ്പൂർണ്ണ ഹദീസ് നിഷേധിയായിരുന്നു. ഹദീസ് പ്രായോഗികമല്ലെന്ന ചേകന്നൂർ മൗലവിയുടെ വാദം, അല്ലെങ്കിൽ ഇന്ന് ചേകന്നൂരിൻ്റെ പുതിയ അവതാരമായി കടന്നു വന്ന CH മുസ്തഫ മൗലവിയുടെ വാദം, അതുപോലെയുള്ള കുറേ ആളുകൾ പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ രണ്ടാം പ്രമാണമെന്ന് ലോകം അംഗീകരിച്ച ഹദീസുകളെ തീരെ അംഗീകരിക്കാത്തവരായിരുന്നു. ഇങ്ങനെയുള്ളൊരു ഹദീസ് നിഷേധിയായിരുന്നു മുഹമ്മദ് റഷീദുർ റിള. ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് എന്ന് മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ തഫ്സീറുൽ മനാർ എന്ന് പറയുന്ന പരിശുദ്ധ ഖുർആനിന് അയാളുണ്ടാക്കിയ ഒരു വ്യാഖ്യാന ഗ്രന്ഥമുണ്ട്. അതിൻ്റെ സൂറത്ത് യൂനിസിലെ 2ാമത്തെ വാക്യം വിശദീകരിച്ചുകൊണ്ട് ഈ മുഹമ്മദ് റഷീദുർ റിള പറയുന്നുണ്ട്, അള്ളാഹു ഖുർആനിലെ കുറേ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഖുർആൻ നല്ല ഉഷാറാവുമായിരുന്നു എന്ന്. പരിശുദ്ധ ഖുർആനിനെ തിരുത്താൻ പോലും ധാർഷ്ട്യം കാണിച്ച ഇത്തരം മതയുക്തിവാദികളെ മുന്നിൽ നിർത്തി അവരുടെ ആദർശത്തിൽ നിന്ന് പ്രസ്ഥാനം രൂപീകരിച്ചവർക്ക് ഇപ്പോഴും മതത്തിൻ്റെ ആത്മാവിലേക്ക് പോവാൻ ജാള്യാണ്. മതത്തിൻ്റെ ആത്മാവിലേക്ക് പോകാൻ അവർക്ക് വലിയ വിഷമാണ്. അതുകൊണ്ടാണ് അബ്ദുള്ള എന്ന് പറയുന്ന വിദഗ്ധക്കാരുടെ നേതാവ് പറഞ്ഞത്, അല്ലാഹുവിൻ്റെ റസൂലോരുടെ ശരീരഭാഗങ്ങൾ കൊണ്ട്, അവിടുത്തെ ഉമിനീര് കൊണ്ട്, അവിടുത്തെ ശരീരം സ്പർശിച്ച വസ്തുക്കൾ കൊണ്ട് ബറക്കത്തെടുക്കുന്നതിന് സഹാബാക്കിറാം അത് ഉപയോഗിക്കുന്നതിനെ പറ്റി പറയുന്ന കുറേ ഹദീസുകൾ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ ഞങ്ങളൊക്കെ കാണാറുണ്ട്. പക്ഷെ ഞങ്ങൾ അവിടുന്ന് അങ്ങോട്ട് എടുത്തു ചാടുന്നു. മതം യുക്തിവാദമല്ലെന്ന് മനസ്സിലാക്കുന്നവർ അവിടെ തന്നെ ഇരിക്കും. അതാണ് സഹാബിവര്യന്മാർ ചെയ്തത്. അവരെടുത്ത് ചാടിയില്ല. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വുളു എടുത്ത വെള്ളത്തിന് വേണ്ടി അവർ സമരം ചെയ്തു, തിരക്ക് കൂട്ടി. അല്ലാഹുവിൻ്റെ റസൂലിനെ കുറിച്ച്, അവിടുത്തെ സഹാബാക്കിറാം നബിതങ്ങളോടുള്ള ബന്ധത്തെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് ശത്രുക്കളെ നേതാക്കൾ പോലും പറഞ്ഞത് നമ്മുടെയൊക്കെ മുന്നിലുണ്ട്. ഞാൻ കിസ്രയിലേക്ക് രാജാവിൻ്റെ അടുത്ത് പോയിട്ടുണ്ട്. ഞാൻ കൈസറിൻ്റെ രാജ കൊട്ടാരത്തിൽ പോയിട്ടുണ്ട്. നിലവിലുള്ള ഏകദേശം വലിയ രാജാക്കന്മാരുടെ എല്ലാം സദസ്സിൽ ഞാൻ മുശ്രിക്കീങ്ങളുടെ മക്കക്കാരുടെ പ്രതിനിധിയായി പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ മുഹമ്മദ് നബിയെ തൻ്റെ അനുയായികൾ ആദരിക്കുന്നത് പോലെ, സ്നേഹിക്കുന്നത് പോലെ ഒരൊറ്റ രാജാവിനെയും അനുയായികൾ ആദരിക്കുന്നത്, ബഹുമാനിക്കുന്നത്, സ്നേഹിക്കുന്നത് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല.
അന്നത്തെ കാലത്ത് റോമിലെ രാജാവിൻ്റെ മുമ്പിൽ അങ്ങോട്ട് കടന്നു ചെല്ലുന്നവൻ സുജൂദ് ചെയ്യണമായിരുന്നു. റോമിലെ രാജാവിൻ്റെ അടുത്തേക്ക് കയറുമ്പോൾ സുജൂദ് ചെയ്യണമായിരുന്നു. അത്രമേൽ നിർബന്ധമായി ബഹുമാനം പിടിച്ചു വാങ്ങുന്ന അന്നത്തെ രാജാക്കന്മാരുടെ രാജസദസ്സിൽ വെച്ചുള്ള അനുഭവം ഓർത്തെടുത്തുകൊണ്ട് അദ്ദേഹം പറയുന്നു, മുഹമ്മദ് നബി അനുയായികൾ ആദരിക്കുന്നത് പോലെ. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, മുഹമ്മദ് നബി ഒളുവെടുത്താൽ ആ വെള്ളത്തിന് വേണ്ടി അവർ തിരക്ക് കൂടും. മുഹമ്മദ് നബി തൻ്റെ ഉമിനീര് പുറത്തിട്ടാൽ അത് കിട്ടാൻ വേണ്ടി അവർ തിരക്ക് കൂടിക്കൊണ്ടിരിക്കും. എടുത്തു ചാടണം എന്നാണോ പരിശുദ്ധ റസൂൽ പഠിപ്പിച്ചത്, നമ്മുടെ പൂർവികർ പഠിപ്പിച്ചത്? ഈ ഒരു യുക്തിവാദത്തിന് വേണ്ടി സമൂഹത്തെ പല രീതിയിൽ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു.